വെൽക്കം ടു എവരി വൺ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ഗരം മസാലയാണ്. എല്ലാവരും ഗരം മസാല കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനകത്ത് ഒരൈറ്റം സ്പെഷ്യലാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. നമ്മുടെ കേരളത്തിൽ ഇതുണ്ടോ എന്നും അറിയത്തില്ല. ഞാനിത് വർഷങ്ങളായിട്ട് ഇത് കാണുന്നുണ്ട്. 30-35 വർഷമായിട്ട് ഇത് കാണുന്നതാണ്. അത് നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചാണ് ഇത് കാണിക്കുന്നത്. ഈ സാധനം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു വച്ചിരിക്കുന്നത് മഴക്കാലത്ത് തെങ്ങയിലും മാവിലും പ്ലാവിലൊക്കെ ഒരു പൂപ്പലുണ്ടാവുമല്ലോ, ഫംഗസ്, അതാണെന്നാണ് എൻ്റെ വിചാരം. ഇത് വലിയ ഏലക്കയാണ്. നോർത്തുകാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ ഏലക്കയാണ് കടലക്കറിക്ക് എല്ലാ കറികൾക്കും ഉപയോഗിക്കുന്നത്. ഇത് ബേ ലീഫാണ്, നമ്മുടെ ഭക്ഷണയിലയായത്. എനിക്ക് ഈ ഒരു ഐറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ മസാല നിങ്ങളെ കൂടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമോ? ഞാൻ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതാണോ മാവേലും പളാവേലും കാണുന്ന ഫംഗസ് ആണെന്ന്? ഇത് 100 ഗ്രാമിന് 144 രൂപയാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറ ഇത് എന്താണെന്ന്. നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? നോക്കൂ, ഉണ്ട് ഇതാ. അതുപോലെ ഇവർ റോസാപ്പൂ ഉണങ്ങിയതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനകത്തില്ല. എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഐറ്റങ്ങളും ഇതിനകത്തൊക്കെ ഉണ്ട്. ഇത് കണ്ട് ഈ ഇതെല്ലാം ഞാനങ്ങ് പെറുക്കിക്കളയും. എത്രയും പെറുക്കാവോ അത്രയും പെറുക്കി ഊരക്കളയും. വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഇതെന്താണെന്ന് നമുക്കറിയത്തില്ല. എൻ്റെ ചിന്ത ഈ തെങ്ങയിലും പ്ലാവിലും മഴക്കാലത്തുണ്ടാകുന്ന പൂപ്പാണെന്നുള്ളതാണ് എൻ്റെ ഫംഗസ്. നിങ്ങൾക്കറിയാമെങ്കിൽ പറ. പെറുക്കാവുന്ന അത്രയും ഞാൻ പെറുക്കി കളയും. ഇനി അടുത്തൊരു ഐറ്റമായി വരുന്നിടം വരെ ഗുഡ് ബൈ.